പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനവും പരിശുദ്ധവുമായ പാദപീഠത്തിൽ ചേർന്നിരുന്ന അവിടുത്തെ തിരുവായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ള അവിടുത്തെ തിരുവചനങ്ങളെ ശ്രവിക്കുവാൻ, ഭുജിക്കുവാൻ, പരമാനന്ദം കൊള്ളുവാൻ നമുക്ക് അവസരം ഒരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുമ്പോൾ നമുക്ക് ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ സ്വർഗം ചില ചിന്തകൾ പകുത്തു തരുന്നുണ്ട്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഹെബ്രായ ലേഖനത്തിലെ 12-ാമത്തെ അധ്യായം 3 മുതൽ 13 വരെ തിരുവചനങ്ങൾ കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിനെന്ന് എത്ര മധുരമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ചിന്ത നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതി എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും വിധിക്കുന്നത്. ചിലരെങ്കിലും പറയുന്നുണ്ട് ഇതിൻ്റെ ഓദർ ആരാണെന്ന് നിശ്ചയമില്ലെന്ന്. ഈ വേദഭാഗം നമ്മെ ഒരുപാട് ആശ്വസിപ്പിക്കും പ്രിയപ്പെട്ടവരെ. കഷ്ടത എന്നുള്ളത് ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് നൽകുന്ന ബാലശിക്ഷയാണ്. ആ ബാലശിക്ഷ കിട്ടുന്ന ഒരാൾ ജീവിതത്തിലെ പിഴവുകളെ, കുറവുകളെ, തെറ്റുകളെ തിരുത്തി ട്രാക്കിലേക്ക് കയറി കർത്താവിനെ നോക്കി തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ആ ശിക്ഷ ഉതകുന്നു എന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആർക്കും ശിക്ഷിക്കപ്പെടാൻ ഇഷ്ടമില്ല. പക്ഷേ ശിക്ഷിക്കപ്പെടാത്ത ഏത് കുഞ്ഞും നശിച്ചു പോകും. തൻ്റെ മകൻ തിന്മ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഒരപ്പൻ അത് കണ്ണടച്ച് പ്രോത്സാഹിപ്പിച്ചാൽ ആ മകൻ നശിച്ചു പോകും. ഒരു കുഞ്ഞ് മോഷണം നടത്തുന്നത് കണ്ടിട്ട് അപ്പനും അമ്മയും അവനെ ശിക്ഷിക്കാതെ പോയാൽ അവനൊരു തികഞ്ഞ മോഷ്ടാവായി തീരും. ഒരു കഥയാണോ സംഭവമാണോ ഇങ്ങനെ വായിച്ചു തോർക്കുന്നുണ്ട്. ഒരിക്കലൊരു കുഞ്ഞ്, അവൻ ബാല്യകാലം മുതൽ മോഷ്ടാവായിരുന്നു. അവൻ മോഷ്ടിച്ച് വലിയ ഉന്നതനായ മോഷ്ടാവായിട്ട് വളർന്നു. ഒടുവിൽ മോഷണത്തിൻ്റെ ഭാഗമായി അവനൊരു കൊലപാതകം ചെയ്യാനിടയായി. തെളിവുകൾ അവന് പ്രതികൂലമായി അവൻ പിടിക്കപ്പെട്ടു. കോടതിയിൽ വിസ്താരമൊക്കെ കഴിഞ്ഞ് അവൻ്റെ ശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ടു. അവനെ മരണം വരെ തൂക്കിക്കൊല്ലുവാനാണ് വിധി ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ, ആ ദിവസം അടുത്ത് വന്നപ്പോൾ അവനോട് മേലധികാരികൾ ചോദിച്ചു, അന്ത്യാഭിലാഷം വല്ലതുമുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പെറ്റമ്മയെ ഒന്ന് കാണണം. പെറ്റമ്മ അവൻ്റെ മുമ്പിൽ വന്നു. അമ്മ ഒരുപാട് കരഞ്ഞു. മകൻ അമ്മയുടെ അരികിൽ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ ചെവിയിലേക്ക് മകൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഈ കഴുമരത്തിലേറാൻ ഉത്തരവാദി നീയാണ്. എൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കിയത് നീയാണ്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ എത്തും മുമ്പ് ഈ തൂക്കുമരത്തിൽ തൂക്കുകയറിൽ തൂങ്ങാൻ കാരണം. നീ ഒരു നീച സ്ത്രീയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അയൽക്കാരുടെ പറമ്പിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ച് കൊണ്ടുവന്നപ്പോൾ നീ എൻ്റെ ചെറുവിരൽ മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ
നീ എന്നെ അടിച്ച് എന്നോടത് അരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മോഷ്ടിക്കില്ലായിരുന്നു. എൻ്റെ മോഷണത്തെ പ്രോത്സാഹിപ്പിച്ചത് നീയാണ്. എന്നെ ഒരു പെരുങ്കള്ളനാക്കി തീർത്തത്, എൻ്റെ മോഷണത്തിന് ചൂട്ടുപിടിച്ച നീയാണ്. എന്നെ ഒരു കൊലപാതകത്തിൽ എത്തിച്ചത് നീയാണ്. അതുകൊണ്ട് എന്നെ തൂക്കുകയറിൽ ഏറ്റുന്നത് ഈ ലോകമല്ല, നീയാണ്. ഇതുപോലെ ശപിക്കപ്പെട്ട ഒരമ്മയുടെ മകനായി പിറക്കേണ്ടി വന്നത് എനിക്ക് ദുഃഖമാണ് എന്ന് അമ്മയുടെ കാതിൽ അവൻ പറഞ്ഞു. എന്നിട്ടവൻ തൂക്കുമരത്തിന് കീഴിലേക്ക് നടന്നുപോയി എന്നാണ്. കേൾക്കുന്ന ദൈവമക്കൾ ചിന്തിക്കട്ടെ, സ്വന്തം മക്കൾ വല്ല തെറ്റും ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നത് മക്കളോടുള്ള വിരോധം കൊണ്ടല്ല, മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. തൻ്റെ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏതൊരപ്പനും ഏതൊരമ്മയും ക്രമക്കേട് കാണിക്കുന്ന മക്കളെ ശിക്ഷിക്കും. ആ ബാലശിക്ഷ മക്കളോടുള്ള വാത്സല്യത്തിൻ്റെ, അവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പ്രകടനമാണ്. എന്നാൽ ഈ ലോകത്തെ ഏതൊരപ്പനും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് അധികമായി സ്വർഗത്തിലെ അപ്പൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു തിരിച്ചറിവായി നമ്മുടെ ഉള്ളത്തിൽ വരണം. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ ശിക്ഷകളും സ്നേഹവാനായ അപ്പൻ നമുക്ക് തരുന്ന ബാലശിക്ഷകളാണ്. അത് കഷ്ടതകളായിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക. രോഗമായിട്ടോ, നമ്മുടെ മുന്നിലെ വഴികൾ തടയപ്പെടുന്നതായിട്ടോ, നമ്മുടെ സാധ്യതകൾ തള്ളിമാറ്റപ്പെടുന്നതായിട്ടോ, ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷിച്ച വിജയം പരാജയമായി തീരുന്നതായിട്ടോ, സാമ്പത്തികമായി ഞെരുക്കത്തിൽ നാം പെടുന്നതായിട്ടോ, നമ്മുടെ ചില പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകുന്നതായിട്ടോ, മുന്നിലെ വഴികൾ അടഞ്ഞു പോകുന്നതായിട്ടോ, നമ്മുടെ യാത്രയ്ക്ക് തടസ്സം നേരിടുന്നതായിട്ടോ ഒക്കെ ജീവിതത്തിൽ ചില ഭാരങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില കഷ്ടതകൾ, ചില കണ്ണുനീരുകൾ വരുമ്പോൾ അവിടെ ഇരുന്ന് സ്വന്തം ജീവിതത്തെ പരിശോധിക്കണം. ഞാൻ എവിടെയാണ് ക്രമം കെട്ടുപോയത്? എവിടെയാണ് ഞാൻ മാറ്റപ്പെടേണ്ടത്? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ മാറ്റമായി വരേണ്ടത്? എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇനിയും എവിടെയാണ് യഥാസ്ഥാനപ്പെടേണ്ടത്? ഈ ചിന്തകളാണ് നമ്മളെ ഭരിക്കേണ്ടത്. ഇതാണ് പ്രിയപ്പെട്ടവരെ അപ്പോസ്തലൻ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിൽ കഷ്ടത ഒരാളെ ഒരുപാട് സഹായിക്കും ജീവിതത്തെ ക്രമപ്പെടുത്താൻ തന്നെ. കഷ്ടത വരുമ്പോഴാണ് ആളുകൾ ദൈവമുഖത്തേക്ക് നോക്കുക. കഷ്ടത വരുമ്പോഴാണ് ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. കഷ്ടത വരുമ്പോഴാണ് ഓട്ടമൊന്ന് നിർത്തിയിട്ട് ഓട്ടത്തിൻ്റെ രീതി എന്താണെന്ന് പരിശോധിക്കുക. കഷ്ടത വരുമ്പോഴാണ് അല്പനാൾ കിടന്ന് മുന്നിലേക്കും പിറകിലേക്കും നോട്ടം അയക്കുന്നത്. കഷ്ടത വരുമ്പോഴാണ് കൂടെ ഓടിയവർ ഇപ്പോഴെവിടെയാണെന്ന് ഓർത്തു നോക്കുന്നത്. കഷ്ടത വരുമ്പോഴാണ് തൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം ഒന്ന് ദർശിക്കാൻ കഴിയുന്നത്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ ഒരുപാട് പേർ ഇങ്ങനെ വ്യക്തമായി സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് കഷ്ടത വന്നതുകൊണ്ടാണ് ഞാൻ ഈ കർത്താവിനെ കണ്ടത്, ക്രൂശിലെ യാഗത്തിൻ്റെ വില മനസ്സിലാക്കിയത്, ഞാൻ യേശുവിലായി തീർന്നത്. കാസർഗോഡ് ജില്ലയിൽ താമസിച്ച് പള്ളി നടത്തുന്ന സമയത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പല ആവർത്തി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പഞ്ചാബിലൊരു കമ്പനിയിൽ സാമാന്യം നല്ല ശമ്പളത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രോഗിണിയാണെന്ന് മനസ്സിലായത്. രോഗമത്ര നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞു. ആ സ്ത്രീക്ക് ഒരു സഹായമില്ലാതെ വയ്യെന്ന് ബോധ്യപ്പെട്ടു. നല്ല ശമ്പളം കിട്ടുന്ന ജോലി അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നു. ഉയർന്ന ശമ്പളം ഉപേക്ഷിച്ചിട്ട് നാട്ടുകാരുടെ പറമ്പിൽ കൂലിക്ക് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോയി. തൻ്റെ ഭാര്യ ഒരു നിത്യരോഗിണിയാണ്. എന്നാൽ ഈ സ്ത്രീയെ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ മറ്റൊരാരോഗ്യമുള്ള സ്ത്രീയെ വിവാഹം കഴിച്ച് ആർഭാടമായി തൻ്റെ ജോലിയുമായി ജീവിക്കാനോ ആ ഭക്തൻ ശ്രമിച്ചില്ല. അദ്ദേഹം തൻ്റെ ഭാര്യയെ ഒരു കൊച്ചുകുട്ടിയെ പോലെ എടുത്തുകൊണ്ട് നടന്നു. ആ സ്ത്രീയെ എല്ലാ കാര്യങ്ങളിലും അയാൾ സഹായിച്ചു. ആ സ്ത്രീക്ക് വേണ്ടി ആശുപത്രിയിൽ അയാൾ അനേക ദിവസങ്ങൾ കൂട്ടിരുന്നു. ആ സ്ത്രീയെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് സഹായിച്ചു. ഒരു ജോലിയും ചെയ്യാനാകാതെ അവശയായി ക്ഷീണിച്ച് വർഷങ്ങളോളം 10, 14, 15 വർഷം ആ സ്ത്രീ കിടപ്പ് രോഗിയായിരുന്നപ്പോൾ ഈ മനുഷ്യൻ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കള പണി ചെയ്തു, വീട് വൃത്തിയാക്കി, പശുവിനെ പോറ്റി, കുഞ്ഞുങ്ങളെ ശുശ്രൂഷിച്ചു, വീട് നിലം മെഴുകി. പല പ്രാവശ്യം തൻ്റെ ഭാര്യ ഛർദ്ദിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പഴുപ്പും ചലവും മൂലം ഈ വീട് വൃത്തിഹീനമാകുമ്പോൾ ദുർഗന്ധം കൊണ്ട് മൂടുമ്പോൾ ചാണകം കൊണ്ട് മെഴുകി അത് വൃത്തിയാക്കി ഡെറ്റോൾ തളിച്ച് അതിലെ ദുർഗന്ധം മാറ്റി തൻ്റെ ഭാര്യയെ ഒരു ദിവസം പലവട്ടം വെള്ളത്തിൽ കഴുകി കുളിപ്പിച്ചു, ശുദ്ധി ചെയ്തു. ആ സ്ത്രീയെ വെറുക്കാതെ സ്നേഹിച്ചു, അങ്ങേയറ്റം ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ചു. നിറകണ്ണോടെ ഒരു ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ രോഗിയാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ആ ഭക്തൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മായാത്തൊരു ചിത്രമാണ് ആ പ്രിയപ്പെട്ടവരെ മായുന്നില്ല. ആ കുടുംബവും മായുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും എൻ്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ആ കുഞ്ഞെൻ്റെ ഒരു അരുമയാണ്, വാത്സല്യമാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിൽ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, നീ എത്രമാത്രം ആഴമായിട്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളെ പിന്നാലെ നടന്ന് നശിച്ചു പോയേനെ അച്ഛാ. ഞാനൊരു പക്ഷേ ആർഭാട ജീവിതത്തിൽ പുളച്ച് നശിച്ചു പോയേനെ അച്ഛാ. എൻ്റെ ഭാര്യയെ രോഗിയാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിൻ്റെ വിലയറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ശുശ്രൂഷയുടെ വിലയറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ക്രൂശിലെ സ്നേഹത്തിൻ്റെ വില മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിച്ചു, അതുകൊണ്ട് എൻ്റെ അഹങ്കാരം പൂർണ്ണമായും മാറി, അതുകൊണ്ട് ഞാൻ നിലത്തോളം താഴ്ന്ന് വിനയപ്പെടാൻ പഠിച്ചു, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ ബഹുമാനിച്ച് ആദരിക്കാൻ പഠിച്ചു, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് അങ്ങേയറ്റം താഴ്മ ധരിക്കാനായിട്ട് സാധിച്ചു. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. കഷ്ടത ദൈവം തരുന്ന ഏറ്റവും വലിയ അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. മറ്റനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഓർത്തെടുത്തതൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് നന്നായി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവപക്ഷത്ത് വന്നത്. ഒരിക്കലൊരു മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഞാനൊരു മദ്യപാനിയായിരുന്നു, ഞാനൊരു അഹങ്കാരിയായിരുന്നു, ഞാനൊരു നിഗളിയായിരുന്നു, ആരോടും ഏറ്റുമുട്ടാൻ, ആരോടും തർക്കുത്തരം പറയാൻ, ആരോടും വാടാ പോടാ വിളിക്കാൻ, എന്താടാ എന്ന് ചോദിക്കാൻ ചങ്കുറപ്പുള്ള ഒരാളായിരുന്നു. ആരെയും വകവെച്ചിട്ടില്ല, ആർക്കും കീഴടങ്ങിയിട്ടുമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മകൾ രോഗിയായി ആശുപത്രിയിൽ കിടന്നപ്പോൾ, ആ കുഞ്ഞ് അതിവേദനയിൽ പുളയുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ തിരുത്തി. ഞാൻ എല്ലാവരോടും ക്ഷമ പറഞ്ഞു. എൻ്റെ അഹങ്കാരം പൂർണ്ണമായും മാറി. ഞാൻ വേദനിപ്പിച്ചവരോട് ഞാൻ നിരന്നു. അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അരികിൽ ഞാൻ പ്രാർത്ഥിപ്പിച്ചു. ഞാൻ എല്ലാവരോടും അങ്ങേയറ്റം നിരപ്പായി. അതിലുപരി ഞാൻ ദൈവസന്നിധിയിൽ താണു. ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ഒത്താൽ മാത്രം പള്ളിയിൽ പോകുന്ന ഞാൻ ഈ എല്ലാ ദിവസവും ദൈവാലയത്തിലേക്ക് ഓടാൻ തീരുമാനിച്ചു. എൻ്റെ സമയം ദൈവാലയത്തിൽ ഞാൻ ചിലവഴിക്കാൻ തീരുമാനിച്ചു. വേദപുസ്തകം പേരിന് പോലും വായിക്കാതിരുന്ന ഞാൻ ആ പുസ്തകം ആഴമായി വായിച്ച് ധ്യാനിക്കാനായിട്ട് ശീലിച്ചു. എൻ്റെ ജീവിതം ഭക്തിമാർഗത്തിലേക്ക് മാറി. എൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ടായി. ഒരുപാട് രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരുപാട് പേരുടെ വീട് കെട്ടിപ്പണിത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരുപാട് കരയുന്നവരുടെ കണ്ണുനീറൊപ്പാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ ജീവിതം അടിമുടി മാറിയത് എൻ്റെ കുഞ്ഞിൻ്റെ രോഗശയ്യയിലാണ്. പ്രിയപ്പെട്ട ദൈവം എനിക്ക് തന്ന കരുതൽ എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ആ മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യം വളരെ വലുതാണ്. ബാലശിക്ഷ എന്നും അനുഗ്രഹമായി തന്നെ വരും. ഈ അധ്യായത്തിലെ 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ചവണ്ണം മാത്രം, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അപ്പന്മാർ ശിക്ഷിച്ചതുപോലെയല്ല, നമ്മുടെ ഗുണത്തിനായി നാം വിശുദ്ധി പ്രാപിക്കേണ്ടതിനത്രേ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രേ. പിന്നത്തേതിലോ അത് ആനന്ദമായിട്ട് വരും. ഇങ്ങനെ ദൈവം ചില അവസരങ്ങൾ കൊടുത്തതുകൊണ്ട്, ബാലശിക്ഷ ജീവിതത്തിൽ ലഭിച്ചതുകൊണ്ട് അനേകം ആളുകൾ പാപസ്വഭാവം വിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ബിസിനസ് തകർന്നപ്പോൾ, എല്ലാം കൈവിട്ട് പോയപ്പോൾ, ലക്ഷങ്ങൾ കോടികളുടെ ബാധ്യത വന്നപ്പോൾ, സമൂഹത്തിൽ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ, യാതൊരു സാധ്യതയും മുന്നിലില്ലാതെ വന്നപ്പോഴാണ് ചില ആളുകൾ ധ്യാനം കൂടാൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് ധ്യാനം കൂടാൻ വിളിച്ചപ്പോൾ പരിഹാസമായിരുന്നു. അതിനു മുമ്പ് ദൈവാന്വേഷണത്തിന് വിളിച്ചപ്പോൾ അവർക്ക് പുച്ഛമായിരുന്നു. എല്ലാം തീർന്നപ്പോൾ അവർ ധ്യാനം കൂടാൻ പോയി. സത്യത്തിൽ ഈ പരാജയം അവർ ദൈവപക്ഷത്തേക്ക് വരാനുള്ള ഒരു മാർഗമായിരുന്നു. പക്ഷേ പരാജയത്തിൻ്റെ പടുകുഴിയിൽ അവരെ ദൈവം എന്നേക്കുമായി നിബന്ധിപ്പിച്ചില്ല. അവർ ദൈവപക്ഷത്ത് വന്നു, അവർ യഥാസ്ഥാനപ്പെട്ടു. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി. അവരെ ദൈവം പുനരുദ്ധരിച്ചു. പഴയതിനേക്കാൾ വലിയ ബിസിനസ് കൊടുത്തു. ശിക്ഷയ്ക്ക് ശേഷം ഇയ്യോബ് ഇരട്ടി സമ്പന്നനായതുപോലെ, 7 മടങ്ങ് സമ്പന്നനായതുപോലെ ചില ആളുകൾ ഇന്ന് ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഓർത്താൽ ആ ബാലശിക്ഷ നല്ലതായിരുന്നു. സ്വന്തം ജീവിതത്തിൽ വന്ന ചില രോഗങ്ങൾ, ചില അപകടങ്ങൾ, കാലോ കയ്യോ ഒടിഞ്ഞ് കുറേ കാലം കിടക്കേണ്ടി വന്നത്, ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ അകാലത്തുണ്ടായ വേർപാട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മാരകരോഗം, ഇതൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട്. കഷ്ടത വരുമ്പോൾ ഒരു ദൈവ പൈതൽ സ്വന്തം ജീവിതത്തെ തിരിച്ചറിയുന്നു, സ്വന്തം അവസ്ഥ തിരിച്ചറിയുന്നു, സ്വന്തം ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നു, സ്വന്തം ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. കഷ്ടത വരുമ്പോൾ ഒരാൾ മാനസാന്തരപ്പെടുന്നു. സത്യത്തിൽ കഷ്ടത ദൈവം തരുന്ന ഒരവസരമാണ്, ബാലശിക്ഷയാണ്. ഇതിലാരും പരിഭവിക്കരുത്, ആരും പ്രതിഷേധിക്കരുത്, ആരും ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കരുത്, ആരും ദൈവത്തെ വെല്ലുവിളിക്കരുത്. എനിക്ക് കഷ്ടത തന്ന ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാനുള്ള ഒരു മനസ്സാണ്, ഒരു തീരുമാനമാണ് കഷ്ടതയുടെ നാളുകളിൽ, കഷ്ടതയുടെ ബാക്കി പത്രമായി ഒരു ദൈവവൈദ്യലിൽ കാണേണ്ടത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ക്രൂശിലേക്ക് നോക്കാനാണ് അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങിയത്. കഷ്ടത വരുമ്പോൾ 2 രീതിയിൽ അത് സംഭവിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കാം. കഷ്ടത വരുമ്പോൾ മറ്റൊന്ന് സംഭവിക്കാം. കഷ്ടത വരുമ്പോൾ ആളുകൾ നിരാശപ്പെടും. അത് പിശാച് കൊണ്ടുവരുന്നതാണ് നിരാശ. ഞാൻ ഇക്കാലം അത്രയും പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവിന് പാട്ടുപാടി,
ഞാൻ കർത്താവിൻ്റെ വചനമെടുത്തു, ഞാൻ യോഗങ്ങൾക്ക് സംബന്ധിച്ചു, ഞാൻ ധ്യാനങ്ങൾ കൂടി, ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു, സാക്ഷ്യം പറഞ്ഞു പറയിപ്പിച്ചു, ഞാൻ ഒരുപാട് ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി ചെയ്തു, ധാരാളം പണവും മുടക്കി. എന്നിട്ട് ഇപ്പോൾ എനിക്ക് രോഗം വന്നില്ലേ, എനിക്ക് കഷ്ടത വന്നില്ലേ, എൻ്റെ ജീവിതം അപകടത്തിൽപ്പെട്ടില്ലേ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പ്രതിസന്ധിയിലായില്ലേ, എൻ്റെ കുടുംബമാകെ താറുമാറായില്ലേ, ഇനി എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം, ഇനി എന്തിന് ഞാൻ ദൈവത്തെ അന്വേഷിക്കണം? ഇത് ഒരിക്കലും കാമ്യമല്ല. ഇത് പിശാചിൽ നിന്ന് വരുന്ന ചിന്തയാണ്. ഈ ചിന്തയാണ് ഒരുപാട് പേരെ ഭരിക്കുന്നത്. അവരൊക്കെ പരാജയപ്പെട്ടു പോകും, അവരുടെ ജീവിതം നാശത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവവൈതലെ, കഷ്ടത വരുമ്പോൾ കുരിശിലേക്ക് നോക്കാനാണ് പറയുന്നത്. കുരിശിലേക്ക് നോക്കാൻ. കുരിശിലേക്ക് നോക്കിയാൽ ഒരു കാര്യം കാണാൻ പറ്റും. യാതൊരു തെറ്റും ആയുസ്സിൽ ചെയ്യാതെ ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷയേറ്റവനെ കാണാൻ പറ്റും. യാതൊരു തെറ്റും ആയുസ്സിൽ ചെയ്യാതെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് വന്നതിനേക്കാൾ വലിയ ശിക്ഷയേറ്റവനെ കുരിശിൽ നോക്കിയാൽ കാണാൻ കഴിയും. അവൻ ആരെയും മുറിവേൽപ്പിച്ചിട്ടില്ല, അവൻ ആരെയും വേട്ടയാടിയിട്ടില്ല, അവൻ ഒരണത്വവും പ്രവർത്തിച്ചിട്ടില്ല, അവന് ശിക്ഷിക്കപ്പെടാൻ ഒരു കാര്യവുമില്ല. അവൻ നീതിമാനാണ്, അവൻ പരിശുദ്ധനാണ്. പക്ഷേ അവനെ ലോകത്ത് ഏറ്റവും വലിയൊരു കുറ്റവാളി എന്ന് മുദ്രകുത്തി ലോകം കണ്ട ഏറ്റവും വലിയ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു പെരുങ്കള്ളനെ പോലെ കുരിശേറ്റി വെറുതെയല്ല, പരിപൂർണ നഗ്നനായി നൂൽബന്ധമില്ലാതെ അവനെ പെരുവഴിക്ക് കുരിശേറ്റി. അവൻ്റെ ശിരസിൽ ഒരു മുൾക്കിരീടം അടിച്ചിറക്കി, അവൻ്റെ ശരീരം ചാട്ടവാർ കൊണ്ട് തല്ലിപ്പൊട്ടിച്ചു, അവൻ്റെ ശരീരം ചമ്മട്ടി കൊണ്ട് വലിച്ചു കീറി, അവൻ്റെ പുറം ഉഴവുചാൽ പോലെ ഉഴുതു, അവൻ്റെ മാംസപാളികൾ പറഞ്ഞ് തൂങ്ങിക്കിടന്നു, അവൻ്റെ അസ്ഥികൾ വെളിയിൽ കാണാമായിരുന്നു, അവൻ്റെ കൺതടം തല്ലി പൊട്ടിച്ചിരുന്നു, അവൻ്റെ കാതിലൂടെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു, അവൻ്റെ താടിമീശകൾ വലിച്ചു പറിച്ചെടുത്തിരുന്നു, അവനെ കണ്ടാൽ ആളെന്ന് തോന്നാതെ വണ്ണം മനുഷ്യരൂപം പോലുമില്ലാതെ അവൻ വിരൂപയാക്കപ്പെട്ടിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, യാതൊരു തെറ്റും ചെയ്യാത്തവനെ ഇത്രയും നീചമായി കുരിശേറ്റിയപ്പോൾ അവനതെല്ലാം സഹിച്ചു എങ്കിൽ ജീവിതത്തിൽ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായോ ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷയായോ ജീവിതത്തിൽ ഏതെങ്കിലും ബാലശിക്ഷ വരുമ്പോൾ കുരിശിലേക്ക് നോക്കുക, ആ പൊന്നുമുഖത്തേക്ക് നോക്കുക, ഒടിഞ്ഞ ശിരസിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അപ്പോൾ നമുക്ക് ആശ്വാസമായി വരും. ആമേൻ, ഇത്രത്തോളം ഞാൻ സഹിച്ചിട്ടില്ല. ഈ സഹനം എനിക്കൊരു പാഠമാണ്. ദൈവമേ, എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച നാഥ, നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയല്ല നീ ഏൽക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ്. എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച നാഥ, നിന്നോടുകൂടെ സഹിക്കാൻ എനിക്കും അവസരം കിട്ടിയിരിക്കുന്നു. ഞാൻ പതറുന്നില്ല, ഞാൻ തളരുന്നില്ല, ഞാൻ അസ്വസ്ഥനാകുന്നില്ല. തമ്പുരാനെ, ഞാൻ കുരിശിലേക്ക് നോക്കി എല്ലാം സഹിക്കുന്നു എന്ന് പറയാൻ ഒരു ദൈവ പൈതലിന് കഴിയും. നാം ശിക്ഷയേൽക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷയേറ്റവനെ കുരിശിലേക്ക് നോക്കിക്കാണുക. അതാണ് ആശ്വാസത്തിനുള്ള മാർഗം. നാം വേദനിക്കുമ്പോൾ സുഖമനുഭവിക്കുന്നവരിലേക്ക് നോക്കിയാൽ നമ്മുടെ വേദന ഇരട്ടിയാകും. നമ്മുടെ കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ മാളിക പോലുള്ള വീട്ടിൽ താമസിക്കുന്നവരിലേക്ക് നോക്കിയാൽ നമ്മുടെ നിരാശ ഇരട്ടിയാകും. പ്രിയപ്പെട്ടവരെ, നാം രോഗിയായി കിടക്കുമ്പോൾ രോഗമില്ലാത്തവരിലേക്ക് നോക്കിയാൽ നമ്മുടെ സങ്കടം ഇരട്ടിയാകും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വേദനിക്കുമ്പോൾ അത്യന്തം ആനന്ദം അനുഭവിക്കുന്നതിലേക്ക് നോക്കിയാൽ നമ്മുടെ വേദന ഇരട്ടിയാകും. നിർഭാഗ്യാവശാൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ നോട്ടം അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോഴും മനുഷ്യൻ കുരിശിലേക്ക് നോക്കണം. കുരിശിലേക്ക് നോക്കിയാൽ എൻ്റെ കഷ്ടതയല്ല എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കഷ്ടപ്പെടുന്നവരിലേക്ക് നോക്കുക, കഷ്ടപ്പെട്ടവനിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ കഷ്ടത ലഘൂകരിക്കപ്പെടും. സുഖമനുഭവിക്കുന്നവരിലേക്കോ ആനന്ദം അനുഭവിക്കുന്നവരിലേക്കോ ആർഭാട ജീവിതം നയിക്കുന്നവരിലേക്കോ അല്ല നോക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കഷ്ടത ഇരട്ടിയാകും. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ ഒരു നിരാശയ്ക്കല്ല, ഒരു വലിയ പ്രത്യാശയ്ക്കാണ് നാം വഴിതിരിച്ചു വിടേണ്ടത്. കഷ്ടങ്ങൾ കർത്താവിൻ്റെ ബാലശിക്ഷയാണെന്ന് എണ്ണുക. ഒരിക്കലും കർത്താവിനോട് മുഷിയരുത്. കർത്താവിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ഈ അധ്യായത്തിലെ 5-6 വാക്യങ്ങൾ: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ബാലശിക്ഷ സഹിക്കണം, മുഷിയരുത്. ചിലരെങ്കിലും ദൈവത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. തെറ്റാണ് ആ ചിന്ത. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ ശിക്ഷിച്ചത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ വാക്യത്തിൽ, ജാരസന്തതികളെ ആരും ശിക്ഷിക്കാറില്ല. അന്യൻ്റെ സന്തതി നശിച്ചു പോയാൽ ആർക്കാണ് ഛേദം? സ്വന്തം മക്കളെ ഉറപ്പായിട്ടും
സ്നേഹമുള്ള മാതാപിതാക്കൾ ശിക്ഷിക്കും. ശിക്ഷിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന കാഴ്ചപ്പാടും ബോധ്യവും ഉള്ളത് കൊണ്ടാണ്. അല്ലാത്ത കുഞ്ഞുങ്ങളെ ആരും ശിക്ഷിക്കാറില്ല. നാട്ടുകാരുടെ മക്കൾ വല്ല തോന്നിവാസവും കാണിച്ചാൽ നമ്മളാരും അവരെ ചെവിക്ക് പിടിക്കാൻ പോകാറില്ല. കാരണം അത് നമുക്ക് ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വവുമല്ല. എന്നാൽ സ്വന്തം മക്കൾ വല്ല തെറ്റും ചെയ്താൽ നിർബന്ധമായും ചെവിക്ക് പിടിക്കണം. അതാണ് മാതാപിതാക്കൾ ആത്മാർത്ഥമായി ചെയ്യുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മക്കളെന്ന പദവി അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ, ശോധനകൾ, ഭാരങ്ങൾ വരുമ്പോൾ അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന്, മക്കൾക്കുള്ള സ്ഥാനം അവൻ നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുകയാണ് വേണ്ടത്. മുഷിയരുത്. നമ്മളൊക്കെ ഇന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പല പ്രായത്തിലുള്ളവരാണല്ലോ. നമ്മളൊക്കെ മാതാപിതാക്കളുടെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും പലപ്പോഴായി ശാസനയും ശിക്ഷയും ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ അവർ അന്ന് അങ്ങനെ ശിക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വേഷത്തിലും ഈ രൂപത്തിലും ഈ വിധത്തിലുമൊക്കെ ഞാനിവിടെ നിൽക്കുന്നത്. അവരെന്നെ ശിക്ഷിച്ചല്ല വളർത്തിയതെങ്കിൽ, ചിട്ടയിലല്ല പരിപാലിച്ചതെങ്കിൽ, അവരെന്നെ ശാസിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിന് അനുരൂപനായി, ലോകത്തൊരു മഹാപാപിയായി നശിച്ചു പോകുമായിരുന്നു. ആമേൻ. അതുപോലെ ദൈവവും തക്കകാലത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്ക് ബാലശിക്ഷ തന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും തരുന്നുണ്ട്, സത്യമായിട്ടും തരുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഏകാന്തത നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞ്, സ്വന്തം ജീവിതത്തിലേക്ക് ചുരുങ്ങി, സ്വന്തം പിഴവുകളെ പരിശോധിച്ച്, സ്വന്തമായിരുന്ന് കരഞ്ഞ്, ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ ജീവിതം ഉറപ്പിക്കാൻ, ദൈവവചനത്തിൽ ജീവിതം ഉറപ്പിക്കാൻ ഇപ്പോഴും തരുന്നുണ്ട് തമ്പുരാൻ അടിക്കടി ബാലശിക്ഷ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാലശിക്ഷ ദൈവം ഈ നാളുകളിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വയപരിശോധനയ്ക്ക് മുഖാന്തരമാകുന്നുണ്ട്. വ്യക്തമായും ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാൻ, കുറേ കൂടെ വിനയവും താഴ്മയും ഒക്കെ പഠിക്കാൻ, അഹങ്കാരം വെടിയാനൊക്കെ കാരണമായി തീരുന്നുണ്ട്. ഇപ്പോഴും യഥാസ്ഥാനപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്നില്ല. ദൈവം ഇനിയും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കും. ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രാവശ്യം അവൻ ശാസിക്കും. ഒരുപാട് ഇടങ്ങളിൽ അവൻ ബാലശിക്ഷ നൽകും. സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ദൈവം തരുന്ന അവസരങ്ങളായി അതിനെ ഞാനും നിങ്ങളും കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരുടെ ശിക്ഷ മക്കൾക്ക് ഗുണം ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ എത്ര വലിയ ഗുണം ചെയ്യും. പിതാക്കന്മാരുടെ ശിക്ഷ മക്കൾക്ക് ഗുണം ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ എത്ര വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വചനം ഓർമ്മിപ്പിക്കുന്നു, പെറുപെറുക്കല്ലേ, പിന്മാറല്ലേ, ദൈവസ്നേഹം വിട്ടുമാറല്ലേ, നിരാശപ്പെടല്ലേ. തിരിച്ചു വരിക, തിരുത്തപ്പെടുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഈ കഷ്ടത, ഈ രോഗം, ഈ ഭാരം, ഈ സങ്കടം, ഈ കണ്ണുനീർ, ഈ നെടുവീർപ്പ്, ഈ നിലവിളി, ഇതെല്ലാം ദൈവം എനിക്ക് തരുന്ന നല്ല സന്ദർഭങ്ങളാണ്. ദൈവവചനം ധ്യാനിക്കാൻ, വിശുദ്ധിയിലേക്ക് വളരാൻ, ജീവിതത്തിലെ പാപങ്ങളോട് വിട പറയാൻ, കണ്ണിന് കാഴ്ച ലഭിക്കാൻ, ചുറ്റുപാടും നോക്കിക്കാണാൻ, പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങൾ അറിയാൻ, എന്നെ ഏറെ സ്നേഹിക്കുന്നവർ ഞാൻ കാരണം വേദനിക്കുന്നുവെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരുടെ വേദന മാറ്റുവാൻ, അവരുടെ മുറിവ് കെട്ടുവാൻ, എൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ, പാവങ്ങളെ കാണുവാൻ, അവർക്ക് വേണ്ടി പങ്കിടുവാൻ, സുവിശേഷം അറിയുവാൻ, അത് പകുത്തു കൊടുക്കുവാൻ, കർത്താവിൻ്റെ വേല നടപടിയായി ചെയ്യുവാൻ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദർഭമാണിത് എന്ന് ഞാൻ തിരിച്ചറിയണം. അതിനാണ് എൻ്റെ ദൈവം എനിക്ക് ഈ അവസരങ്ങളൊക്കെ തരുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴമറിയാൻ സഹനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കണം. ഏറ്റവും കൂടുതൽ സഹിച്ചവരാണ് ഏറ്റവും വലിയ വിശുദ്ധരായി തീർന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സഹിച്ചവരാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിന്നിട്ടുള്ളവർ. ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്, ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ് ഏറ്റവും ആദ്യം കർത്തൃസന്നിധിയിലെത്തുന്നത്. അതുകൊണ്ട് കഷ്ടത ജീവിതത്തിലൊരു നഷ്ടമല്ല, ഒരു ലാഭമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം തളരാൻ ഇടവരികയില്ല, നാം പതറാൻ ഇടവരികയില്ല. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാക്കും. പ്രിയപ്പെട്ടവരെ, അളക്കാനാകാത്ത നന്മകൾ നാഥൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് പ്രാപിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. നിങ്ങൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്
അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കഷ്ടത നമ്മൾ നിഷേധിക്കേണ്ടതല്ല, സ്വീകരിക്കേണ്ടതാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ആ 1-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ കഷ്ടത കിരീടം ലഭിക്കുന്ന ഒരു മനോഹരമായ സംഗതിയാണ്. കഷ്ടതയെ വെറുക്കല്ലേ, കഷ്ടതയെ ഭയത്തോടെ കാണല്ലേ, കഷ്ടത സഹിക്കുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞു വന്ന ശേഷം, ഈ കഷ്ടതയിലൂടെ അവൻ ശുദ്ധീകരണം പ്രാപിച്ച ശേഷം, സ്ഫുടം ചെയ്യപ്പെട്ട ശേഷം, പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ അവൻ തിളങ്ങിയ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയ ജീവകിരീടം പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഭാഗ്യമാണ്, ഇത് കിരീടം ലഭിക്കുന്ന സംഗതിയാണ്, ഇത് പ്രത്യാശാനിർഭരമാണ്, ഇത് നിരാശപ്പെടേണ്ട സംഗതിയല്ല. അതുകൊണ്ട് കഷ്ടത ഭാഗ്യമെന്നെണ്ണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട ദൂത് ജീവിതത്തെ ഒരു പുതിയ ദർശനത്തിലേക്ക് നയിക്കട്ടെ, കുറേ കൂടെ നമ്മെ ശാന്തരാക്കട്ടെ, കുറേ കൂടെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. നാം ദൈവാഭിമുഖ്യമുള്ളവരായി തീരുവാൻ ഈ സന്ദേശം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. സ്നേഹവാനായ കർത്താവേ, തൃപ്പാദപീഠത്തിൽ ഞങ്ങൾ വിളിച്ചിരുത്തി എത്ര മധുരമായിട്ടാണ് ഇന്ന് അവിടുന്ന് ഞങ്ങളോട് വാദിച്ചുകൊണ്ടിരുന്നത്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും ക്ലേശങ്ങളും, ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ ഏത് മനോഭാവത്തോടെ കാണുന്നുവെന്ന് നീ ഞങ്ങളോട് ചോദിച്ചിരിക്കുന്നു. ഞങ്ങളതിനെ കാണേണ്ട വിധവും ഞങ്ങളായിരിക്കേണ്ട വിധവുമൊക്കെ ഞങ്ങളെ വ്യക്തമായി വരച്ച് കേൾപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ദൂത് പോലെ ദൈവമേ, ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടതകളും ബാലശിക്ഷയാണെന്ന് എണ്ണി അതവിടുത്തെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് മുന്നോട്ടും പുറകോട്ടുമൊക്കെ തിരിഞ്ഞു നോക്കി ദൈവമേ, നിൻ്റെ ക്രൂശിലേക്ക് ഉറ്റുനോക്കി അതെല്ലാം സഹിച്ചുകൊണ്ട് സ്വയം പരിശോധിച്ച് ഞങ്ങളെ തന്നെ തിരുത്തുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ, ബാലശിക്ഷയെന്ന് എണ്ണുവാൻ, ഞങ്ങൾ ട്രാക്കിലേക്ക് കയറി ഓടുവാൻ, ഞങ്ങൾ നിത്യതയിൽ നിന്നോടൊപ്പം ആയിത്തീരുമെന്ന് ഉറപ്പുവരുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങൾക്ക് നല്ല കാഴ്ച ലഭിക്കുവാൻ, ഞങ്ങൾക്ക് നല്ല ദർശനങ്ങളുണ്ടാകുവാൻ ഈ ബാലശിക്ഷ മുഖാന്തരമാക്കണമേ. ദൈവമേ, ബാലശിക്ഷയിലൂടെ ഞങ്ങൾ നടത്തുന്ന നിനക്കൊരായിരം നന്ദി. ഞങ്ങളെ നീ അത്രമാത്രം സ്നേഹിക്കയാൽ അളന്നെടുക്കാനാകാത്ത സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, വിനയപ്പെടുത്തി പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച ദൂതനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഉള്ളത്തിൽ തന്ന വലിയ ആശ്വാസത്തിനും വലിയ ഒരുക്കത്തിനുമായിട്ട് നന്ദി. താഴ്ത്തി തരുന്നു മഹത്വം കർത്താവിന്. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.